പാരീസ് ഒളിമ്പിക്സ് ആരംഭിച്ചിട്ട് ദിവസം കുറച്ചായി. ഇന്ത്യക്ക് ഇതുവരെ ഒറ്റ സ്വർണ്ണ മെഡൽ പോലും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ തവണ നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയിൽ ഒരു ഗോൾഡ് മെഡൽ കിട്ടിയതാണ്. ഇത്തവണ അത് സിൽവർ മെഡലായിട്ട് കുറഞ്ഞു. ഗോൾഡ് മെഡൽ നമ്മുടെ തൊട്ട അയൽ രാജ്യക്കാരനായ പാകിസ്ഥാൻകാരൻ കൊണ്ടുപോയി. പിന്നെ ഒരു വനിതാ ഗുസ്തി താരം ഫൈനലിലെത്തിയതാണ്. ഏറ്റവും കുറഞ്ഞത് വെള്ളി മെഡലെങ്കിലും കിട്ടും, മിക്കവാറും സ്വർണ്ണ മെഡൽ തന്നെ കിട്ടും എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ അത് കിട്ടിയില്ല. കാരണം ഇവർക്ക് മത്സരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടായി. ഭാരം കൂടിപ്പോയി എന്ന കാരണത്താൽ അയോഗ്യയാക്കപ്പെട്ടു. അങ്ങനെ ഒരു മെഡലും ഇല്ലാതെ കണ്ണീരും കയ്യുമായിട്ട് നാട്ടിലേക്ക് മടങ്ങി. പിന്നെ എന്താ വെച്ചാൽ മാതൃഭൂമിയും മനോരമയൊക്കെ മുഖപ്രസംഗം എഴുതി. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ഒക്കെ കിട്ടാത്ത മെഡലാണ് കിട്ടിയ മെഡലിനേക്കാൾ ഗംഭീരം എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. അത് വെച്ച് കോമ്പൻസേറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. പിന്നെ ചില കേസുകളാണ് ബാക്കി. ഇവിടെ നിന്ന് പോയത് അധികം പേരും പതിവ് പോലെ പാരീസ് കാണാൻ വേണ്ടി പോയവരാണ്. അവർ പോയ പോലെ തിരിച്ചു വരികയും ചെയ്തുകൊണ്ടിരിക്കുക. ഇനി വല്ലതും കിട്ടുമോ എന്നറിയില്ല. പക്ഷേ ഇതിനിടയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് നമ്മുടെ ദേശീയ ഗെയിം എന്ന് പറയുന്ന ഹോക്കിയിൽ രണ്ടാം തവണയും ഇന്ത്യ വെങ്കല മെഡൽ നേടി എന്നുള്ളതാണ്. അതിലുപരിയായിട്ട് മലയാളിയായ ഞങ്ങളുടെ എറണാകുളം ജില്ലക്കാരൻ തന്നെയായ തൊട്ടടുത്ത നാട്ടുകാരനായ കിഴക്കമ്പലത്തിനടുത്ത് പള്ളിക്കര സ്വദേശിയായ ശ്രീജേഷ് ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഈ വെങ്കല മെഡൽ നിലനിർത്തിയത് എന്നുള്ള കാര്യമാണ്. മലയാളികൾ അങ്ങനെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു മേഖലയല്ല ഹോക്കി. ഇവിടുന്ന് വലിയ ഫുട്ബോൾ കളിക്കാരുണ്ടായിട്ട്, വോളിബോൾ കളിക്കാരുണ്ടായിട്ട്, മറ്റ് പല മേഖലകളിലും കഴിവ് തെളിയിച്ച ആളുകളുണ്ടായിട്ട്. പക്ഷേ ഹോക്കി കേരളത്തിൽ അത്രയും പ്രചാരം സിദ്ധിച്ച ഒരു വിനോദമല്ല. പല കോളേജുകളിലൊക്കെ ഹോക്കി ടീമുകളുണ്ടെങ്കിലും ഇതൊന്നും ഒരു ദേശീയ നിലവാരത്തിൽ പോലും വലിയ മുദ്ര പതിപ്പിച്ചവയല്ല. അന്തർദേശീയത്തിൻ്റെ കാര്യം പറയാനുമില്ല. പണ്ട് ആലുവ UC കോളേജ് സ്പോർട്സ് ഹോസ്റ്റലായിരുന്നപ്പോൾ വനിതാ ഹോക്കിക്ക് വളരെ പ്രസിദ്ധമായിരുന്നു. അന്ന് ഒരു ദേശീയ സർവകലാശാല ഹോക്കി ടൂർണമെൻറ്റ് കോളേജിൽ നടത്തിയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കുറച്ച് വളഞ്ഞ വഴി കൂടിയാണ് എങ്കിൽ പോലും ഗുരുനാനക് ദേവ് യൂണിവേഴ്സിറ്റിയെ പരാജയപ്പെടുത്തി അഖിലേന്ത്യാ ചാമ്പ്യന്മാരായ രംഗവും എൻ്റെ കൺമുമ്പിലുണ്ട്. ഞാനതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അന്നത്തെ അമ്പയറിങ് അത്ര ഗംഭീരമായിരുന്നു. ഏതായാലും ഇങ്ങനെ ചില സംഭവങ്ങൾ ഒഴിച്ചാൽ കേരളത്തിന് അങ്ങനെ വലിയ ഖ്യാതിയൊന്നും അവകാശപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണ്. അതും ഈ കിഴക്കമ്പലത്തിനടുത്ത് പള്ളിക്കര ഒരു ഹോക്കി താരം വളർന്നു വരാൻ പറ്റിയ സ്ഥലവുമല്ല. ഏതായാലും അവിടെ നിന്നൊരു ഹോക്കി താരമുണ്ടായി. അദ്ദേഹം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കഴിവ് തെളിയിച്ചു. കഴിഞ്ഞ തവണ ടോക്കിയോയിൽ വെങ്കല മെഡൽ നേടിയ ടീമിലുണ്ടായിരുന്നു. ഇത്തവണയും അദ്ദേഹം പാരീസിലും വെങ്കല മെഡൽ നേടി. ഇതോടെ കളി അവസാനിപ്പിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ ശ്രീജേഷിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചായിട്ട് പത്രത്തിൽ കണ്ടു. അപ്പോൾ ഏതായാലും അദ്ദേഹം സ്വരം നന്നായിരിക്കവേ പാട്ട് നിർത്തുകയാണ്. തീർച്ചയായിട്ടും അഭിമാനകരമായ നേട്ടം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബ്രിട്ടനെതിരായിട്ടുള്ള കളിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ അല്പം ഭാഗ്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ജർമ്മനിയെ തോൽപ്പിച്ച് ഫൈനലിലെത്താൻ കഴിയുമായിരുന്നു. നിർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. ഈ ജർമ്മൻകാരും മറ്റുമൊക്കെ പവർ ഗെയിമിൻ്റെ വലിയ ആശാന്മാരാണ്. അവരുടെ അടുത്തൊന്നും കളിച്ച് നേടാനുള്ള സാമഗ്രി ഒന്നും നിർഭാഗ്യവശാൽ ഇന്ത്യക്കില്ല. പണ്ട് ധ്യാൻചന്ദ് നിരവധി ഗോളുകൾ അടിച്ച് ഹിറ്റ്ലറുടെ കൺമുമ്പിൽ വെച്ച് ജർമ്മനിയെ തോൽപ്പിച്ച കഥയൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. 1938 മറ്റുമാണ്. അത് സംഗതി വശാൽ ഓഗസ്റ്റ് 15 കൂടിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിരുന്നില്ല, സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല എങ്കിൽ പോലും പിൽക്കാലത്ത് സ്വാതന്ത്ര്യ ദിനമായി തീർന്ന ഓഗസ്റ്റ് 15 തീയതിയാണ് ഇന്ത്യ ജർമ്മനിയെ കാശാപ്പ് ചെയ്തത്. സാക്ഷാൽ ഹിറ്റ്ലർ പോലും കണ്ണുകളിപ്പോയി. അതൊക്കെ അന്തക്കാലം എന്ന് പറഞ്ഞാൽ മതി. ഏതായാലും 1936 ഏതായാലും ആ കാലമൊക്കെ അങ്ങ് മലകയറി പോയാച്ച് ഇപ്പോൾ വെങ്കല മെഡൽ കിട്ടുന്നത് തന്നെ വലിയ കാര്യം എന്ന് വിചാരിച്ചാൽ മതി. ഏതായാലും കഴിഞ്ഞ തവണ വലിയ ഒരു ടൂർണമെൻറ്റ് ജയിച്ച് ശ്രീജേഷ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് കുന്നത്ത് നാട്ടിലെ SNDP യൂത്ത് മൂവ്മെൻറ്റുകാർ മാത്രമേ ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ആവില്ല. സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ അദ്ദേഹത്തെ വിമാനത്താവളത്തിലെത്തി എതിരേൽക്കും. കാരണഭൂതനോ കുറഞ്ഞ പക്ഷം സ്പോർട്സ് മന്ത്രി അബ്ദുറഹിമാനോ എങ്കിലും തന്നെ എത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യൻ ഹോക്കിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണഭൂതനായി തീർന്നത് പിണറായി വിജയനല്ല, MK സ്റ്റാലിനുമല്ല, നരേന്ദ്രമോദിയുമല്ല. അതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം വഹിച്ച ഒരാൾ ഈ സന്ദർഭത്തിൽ
ഈ സന്തോഷം പങ്കിടാൻ ഹോക്കി കളിക്കാരോട് ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഖേദപൂർവ്വം ഓർമ്മിക്കുകയാണ്. അത് ഒഡീഷ മുഖ്യമന്ത്രിയായിരുന്ന നവീൻ പട്നായിക്കാണ്. അദ്ദേഹം വ്യക്തിപരമായ താല്പര്യം എടുത്തിട്ടാണ് ഇന്ത്യൻ പുരുഷ ടീമിൻ്റെയും വനിതാ ടീമിൻ്റെയും സ്പോൺസർഷിപ്പ് ഒഡീഷ ഗവൺമെൻറ് ഏറ്റെടുത്ത്. ഇന്ത്യ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ദരിദ്രമായ ഒരു സംസ്ഥാനമാണ്, ഏറ്റവും അവികസിതമായ, ഏറ്റവും പ്രാകൃതമായ എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു സംസ്ഥാനമാണ് ഒഡീഷ. അവരാണ് വലിയ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു, ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയും ഇന്ത്യൻ ടീമിനെ, വനിതാ ടീമിനെയും പുരുഷ ടീമിനെയും സ്പോൺസർ ചെയ്തത്, അതിന് വേണ്ട സകല ഒത്താശകളും ചെയ്തത്. ഇന്ത്യൻ ഹോക്കിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നവീൻ ബാബു, അദ്ദേഹം ഇപ്പോൾ ഒഡീഷയുടെ മുഖ്യമന്ത്രിയല്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വരുമ്പോൾ ഞാൻ വളരെ എനിക്ക് വിഷമം തോന്നിയ ഒരു റിസൾട്ട് ഉണ്ടായത് ഒഡീഷയിൽ നിന്നാണ്. വളരെ കാലം അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ഈ നവീൻ പട്നായിക്കിൻ്റെ പാർട്ടി അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും എതിർ പാർട്ടി ജയിച്ച് അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചത് നവീൻ ബാബുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ബിജു ജനതാദളിനെ കുറിച്ചോ അല്ല, ഇന്ത്യൻ ഹോക്കിക്ക് ഇനി എന്ത് സംഭവിക്കും എന്നാണ്. ഏതായാലും ആ ഇന്ത്യൻ ഹോക്കി ടീം ഒരു വെങ്കല മെഡലോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവർക്ക് പാതയൊരുക്കിയ നവീൻ പട്നായിക്കിനെ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. ഒരുപക്ഷെ ഞാനല്ലാതെ ആരും അദ്ദേഹത്തെ ഈ സമയത്ത് അനുസ്മരിക്കും എന്ന് തോന്നുന്നില്ല. ഏതായാലും ഇത് പറയേണ്ട ഒരു ആവശ്യമാണെന്ന് തോന്നിയുകൊണ്ടാണ് സത്യത്തിൽ ഈ വീഡിയോ ചെയ്തത്. ശ്രീജേഷ് അടക്കം ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും ഗോളുകൾ നേടിയ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് അടക്കം എല്ലാ കളിക്കാരെയും അഭിനന്ദിക്കുന്നു. അവർക്ക് സകല സൗകര്യങ്ങളും ഒരുക്കിയ, അല്ലെങ്കിൽ ഇന്ത്യൻ ഹോക്കിയുടെ തിരിച്ചുവരവിന് വഴിതെളിച്ച മുൻ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.